കോലത്തുനാടിന്റെ ചരിത്രത്തിൽ തെയ്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം സർവ്വവ്യാപിയാണ്. രാജാധികാരം സംരക്ഷിക്കുവാനും ശത്രുജയത്തിനും ആപത്ത് നിവാരണത്തിനും ധനധാന്യ സമൃദ്ധിക്കുമെല്ലാം തെയ്യങ്ങൾ ആശ്രയസ്ഥാനങ്ങളായി കരുതിപ്പോന്നു. അങ്ങനെ ഈ ദൈവവിഭൂതികളുടെ ആരാധനയ്ക്കായി ധാരാളം ആരാധനാലയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇത് മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം, ശക്തിസ്വരൂപിണിയും ജഗദാംബികയുമായ ശ്രീ ഭഗവതിയുടെയും ശിവചൈതന്യം സ്ഫുരിക്കുന്ന തുളുവീരൻ ദൈവത്തിന്റെയും സാന്നിധ്യത്താൽ ധന്യമായ ഒരു സങ്കേതമാണ് മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം. പയ്യന്നൂർ ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആത്മാവിന്റെ നിത്യദാഹശമനിയായി സത്യസനാതന ധർമ്മ സംസ്കാര തരംഗ പ്രവാഹിനിയുമായി ഒഴുകിയെത്തുന്ന ഗതകാല സ്മൃതികളുടെ 1000 കല്ലോലങ്ങൾ ഓർമ്മകളുടെ ഓങ്കാരനാദമായി ഒഴുകുന്ന പെരുമ്പുഴ കിഴക്കും സർവൈശ്വര്യദായകനായി വാഴുന്ന പെരുമാളമ്പലം പടിഞ്ഞാറും കൈലാസേശ്വരന്റെ നിറചൈതന്യം തൂകുന്ന നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം വടക്കും സർവാധീഷ്ടവരദായിനിയായ ആദിപരാശക്തി ശ്രീ സോമേശ്വരി വാഴുന്ന പവിത്രമായ സങ്കേതം തെക്കും അതിരിടുന്ന പവിത്രഭൂമിയിലാണ് സർവൈശ്വര്യദായകന്മാരായ ദേവീദേവന്മാർ കുടികൊള്ളുന്ന ഈ ക്ഷേത്രവും നിലകൊള്ളുന്നത്. ക്ഷേത്രം നിലവിൽ വരുന്നതിന് മുൻപ് കണ്ടങ്കാളി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ കണ്ടങ്കാളി അമ്പലം മാവിച്ചേരി എന്നീ 3 ഊരും കൂടി ചേർന്ന് ഉത്സവാദികൾ നടത്തി വന്നിരുന്നത്. 18 ഊരാളും കൂടിയായിരുന്നു അവിടെ ഉത്സവങ്ങൾ നടത്തിയിരുന്നത്. പിന്നീട് മാവിച്ചേരിയിലെ ഊരാളന്മാർക്ക് പ്രത്യേകം ക്ഷേത്രം വേണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും അതുപ്രകാരം ഇവിടുത്തെ 6 ഊരാളന്മാരും ജനപദങ്ങളും ചേർന്ന് നാടുവാണിരുന്ന കുഞ്ഞിങ്ങോലത്ത് മന തമ്പുരാനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഇവരുടെ ആഗ്രഹപ്രകാരം തമ്പുരാൻ ദാനം നൽകിയ സ്ഥലത്താണ് പള്ളിയറകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിനു മുൻപ് പല തറവാടുകളായിരുന്നു അവരുടെ ധർമ്മദങ്ങളെ പരിപാലിച്ചു കൊണ്ടിരുന്നത്. ക്ഷേത്രം നിലവിൽ വന്നതിന് ശേഷം അവരുടെ ധർമ്മദൈവങ്ങളെ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിച്ചു വരുവാൻ തുടങ്ങി. ആരാധിച്ചു വരുന്നതിന് ശേഷമാണ് പിന്നീട് പുതിയ ഭഗവതിയും തുളുവീരൻ ദൈവവും ക്ഷേത്രത്തിൽ കുടിയിരുത്തി വന്നിരുന്നത്. 6 ഊരാളന്മാരായ ഒന്നാം അവകാശി പറയങ്കുളത്ത് തറവാട്ടുകാരും ആ തറവാട്ടുകാർക്ക് ഒന്നാം അവകാശി എന്ന നിലയിൽ അന്ത്യസ്ഥിതി സ്ഥാനവും ഒരു കാരണവരുടെ അവകാശവും, രണ്ടാം അവകാശിയായി വളപ്പൽ കാരണവർ സ്ഥാനം. വളപ്പൽ കാരണവർ സ്ഥാനം രണ്ടാം അവകാശിക്കാണ് പരികർമ്മി സ്ഥാനമുള്ളത്. തെക്കേ തൽക്കൽ കാരണവർ, പൈക്കത്ത് കാരണവർ, ചാലയം കാരണവർ എന്നീ 6 ഊരാളന്മാരാണ്. ക്ഷേത്രത്തെ ഉത്സവങ്ങൾ മകരം 10 മുതൽ 13 വരെയാണ്. ക്ഷേത്ര അടിയന്തരാദികൾ 12 സംക്രമ അടിയന്തരങ്ങളും, മേടവിഷു, കർക്കിടകം 16 നാൾ അടിയന്തരം, നിറ പുത്തരി, ത്രാവം 10-ാം ഉദയം, 11-ാം ഉദയം, മകരം 10 മുതൽ 13 വരെ കളിയാട്ടാരംഭം, മകരം 5-ാം തീയതി പുനഃപ്രതിഷ്ഠ, നവീകരണ കലശം, അന്നദാനം എന്നിവ നടത്തി വരുന്നു. കുംഭം 13 ആദി കലശാട്ടടിയന്തരമായി ആചരിച്ചു വരുന്നു. പൂരോത്സവത്തോടനുബന്ധിച്ച് മീനമാസം കാർത്തിക നാൾ മുതൽ 5 ദിവസത്തെ പൂരോത്സവം, പൂരക്കളിയും മർത്തുകളിയും നടത്തി വരുന്നു. ക്ഷേത്രത്തിൽ കോലം ധരിക്കുവാനുള്ള അവകാശം നീലേശ്വരം 500 സമുദായത്തിൽപ്പെട്ടവരും മാവിച്ചേരിയിലെ കുണ്ടോറ തറവാട്ടുകാർക്കുമാണ്. ക്ഷേത്രം തന്ത്രിസ്ഥാനം പള്ളിത്തറ അബ്ലി ഇല്ലക്കാർക്കാണ്. ക്ഷേത്ര മേൽക്കോയ്മ സ്ഥാനം കുഞ്ഞിമുഖത്ത് മന തമ്പുരാനാണ്. കോയ്മസ്ഥാനം കണ്ടമ്പത്ത് വലിയ വീട്ടിൽ തറവാട്ടുകാർക്കാണ്. ആദ്യകാലത്ത് ക്ഷേത്രഭരണം നടത്തിയിരുന്നത് ഊരാളന്മാരായിരുന്നു. ഊരാളന്മാർ നിശ്ചയിക്കുന്ന 2 സമുദായിമാരാണ് കാര്യങ്ങൾ നടത്തി വരുന്നത്. കാലക്രമേണ അധികാരം ഊരാളന്മാർ സമുദായക്കാരെ നിശ്ചയിച്ച് നടത്തി വരുന്നു. ഇപ്പോൾ ഉത്സവകാലത്ത് പുതിയ ഭഗവതി നറുക്കെടുക്കുന്ന സമുദായിമാരാണ് ക്ഷേത്രഭരണം നടത്തി വരുന്നത്. സമുദായക്കാർക്ക് പുറമെ കാലുവരി വീക്കുവാനായി 2 കൂട്ടായിക്കാരെയും പുതിയ ഭഗവതി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു. ദേശാധിപതിയായ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി
സന്തുഷ്ടനാൻ ഞാൻ വരദാന തൽപരനാണെന്ന ഭാവത്തിൽ വസിക്കുന്ന പെരുമാൾ അമ്പലത്തിൽ നിന്നും മകരപ്പത്തിന്റെ സുന്ദര സായാഹ്നത്തിൽ ആചാരവിധിപ്രകാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ദീപവും തിരിയും ഈ സന്നിധിയിലെത്തി പള്ളിയറ വിളക്കിൽ ദീപം പകരുന്നതോടെയാണ് 4 നാളത്തെ കളിയാട്ടത്തിന്റെ തിരുവരങ്ങ് ഉണരുന്നത്. ഇവിടെ ദീപവും തിരിയും കൊണ്ടുവരുവാൻ പയ്യന്നൂർ ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയായി. ശുഭ്രവസ്ത്രം ധരിച്ച് നേരിയത് കൈത്തണ്ടയിലും തോളിലുമിട്ട് ക്ഷേത്രനടയിൽ നിന്ന് ഭക്തജനങ്ങൾ യാത്ര തുടരുന്നു. നടവഴി, ഇടവഴി, മൺപാതകൾ താണ്ടി പൊതുനിരത്തിലൂടെ കുത്തുവിളക്കും കിണ്ടിയും ആധുനികതയുടെ ഈ കാലത്തും ആചാരങ്ങൾ മുറതെറ്റാതെ അനുഷ്ഠിക്കുന്ന അന്തിത്തിരിയൻ, വെളിച്ചപ്പാട്, കൂട്ടായിക്കാര്, സമുദായിക്കാര്, കൊടക്കാര്, ആചാരക്കാര് എന്നിവർ അണിനിരന്ന് ത്രിസന്ധിയോടടുത്ത് പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. പൗരാണിക കാലം മുതൽ പയ്യന്നൂർ ക്ഷേത്രത്തിൽ നിന്ന് ഈ നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും ദീപവും തിരിയും കൊണ്ടുപോകുന്ന ചടങ്ങ് ആചരിച്ചു വരുന്നു. മാവിച്ചേരി ഭഗവതിയുടെ ത്രിസന്നിധിയിൽ ദീപവും തിരിയും പകരാൻ ക്ഷേത്രാചാരക്കാർ കുത്തുവിളക്കും മറ്റുമായി ഭക്തിപൂർവ്വം കാത്തുനിൽക്കുകയായി. തുടർന്ന് ക്ഷേത്രം കോയ്മസ്ഥാനം വഹിക്കുന്നയാൾ പുണ്യാഹം പകർന്നുകൊണ്ട് ചടങ്ങിന് തുടക്കം കുറിക്കുന്നു. കൈക്കുടന്നയിലൂടെ ഭക്തരുടെ നാവിനും മനസ്സിനും ശക്തി പകരുന്ന പുണ്യാഹം. പിന്നീട് ക്ഷേത്രവിളക്കിൽ നിന്നും ദീപം പകർന്നെടുത്ത് തിരിവെച്ച് എണ്ണ പകർന്ന് ശേഷം കുത്തുവിളക്കിലേക്ക് എണ്ണയും തിരിയും പകരുന്നു. ഭക്തമാനസങ്ങളിൽ പുണ്യപ്രഭാപടലം വിതറുന്ന ദീപനാളങ്ങളുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് അസ്തമയ സൂര്യന്റെ വിടവാങ്ങലും ത്രിസന്ധ്യയുടെ ആഗമനത്താലും സമ്മേളിതമായ ക്ഷേത്രക്കുളപ്പടവുകൾക്കരികിലൂടെ ദീപവുമായി നീങ്ങുന്ന ഭക്തഹൃദയം കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നഗ്നപാതരായി നീങ്ങി ഒടുവിൽ ദീപവും കാത്തുനിൽക്കുന്ന ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷേത്ര ആചാരക്കാർ കടന്നുവരുന്നു. പടിയിൽ പാദങ്ങളിലെ പൊടിയും അഴുക്കും കഴുകി ശുദ്ധിവരുത്തി ക്ഷേത്ര തിരുസന്നിധിയിലെത്തി ക്ഷേത്രത്തിനുള്ളിലേക്ക് ദീപം പകരുന്നു. ശേഷം പുണ്യാഹം കൊണ്ട് വീണ്ടും ദേഹശുദ്ധി വരുത്തുന്നു. ഇവിടെ ഒരു നാടിന്റെ ഉത്സവ ദിനങ്ങളുടെ കൊടിയേറ്റമാണ്. മനുഷ്യനും പ്രകൃതിയും വൃക്ഷലലാദികളും പക്ഷിമൃഗാദികളും ആർത്തുല്ലസിക്കുന്ന ഉത്സവ കൊടിയേറ്റം. കോലം കൊടുക്കൽ ചടങ്ങിന് ശേഷം ഗ്രാമജീവിതത്തിന്റെ നന്മകളെല്ലാം ഉൾവരതയുടെ കനകക്കതിരായി പൊലിയുന്ന സമൃദ്ധിയുടെ ഈ തിരുമുറ്റത്ത് തുളുവീരൻ ദൈവത്തിന്റെ തോറ്റം ആരംഭിക്കുകയാണ്.
സർവാലങ്കാരഭൂഷിതരായ ഭഗവതിമാരുടെ തോറ്റമാണ് പിന്നീട് നടക്കുന്നത്. തുടർന്ന് ഭഗവതിമാരുടെ എഴുന്നള്ളത്തും. തോറ്റത്തിനും എഴുന്നള്ളത്തിനും ശേഷം തടുക്കാനും എതിർക്കാനും തങ്ങൾക്ക് മുന്നിൽ ആദിനാഥനല്ലാതെ മറ്റാരുമില്ലെന്ന മുന്നറിയിപ്പുമായി കണ്ണുകളിൽ രാഗഭാവ ദീപ രൗദ്രജ്വാലകളുമായി വീരന്മാരുടെ പുറപ്പാടാണ്. ആദ്യ ദിനത്തിലെ നിറകൊണ്ട പാതിരാവിലാണ് തുളുവീരന്റെ പുറപ്പാട്. തുളുവരശന്റെ മകനായി പിറന്ന നായാട്ട് വീരനാണ് തുളുവീരൻ. തുളു മലയാള ഭാഷാ ബന്ധത്തിന്റെ അതിശക്തമായ കണ്ണിയായി ഈ ദേവൻ നിലനിൽക്കുന്നു. തുളുവീരൻ ദൈവത്തിന്റെ പുരാവൃത്തം ജാത്യാചാരത്തിന്റെ നിരർത്ഥകതയെ തകർക്കുന്നതാണ്.
ഉത്തര കേരളത്തിൽ അത്യപൂർവമായി മാത്രം കെട്ടിയാടുന്ന തുളുവീരൻ ദൈവത്തിന്റെ ആരൂഢസ്ഥാനം തുളുനാട്ടിലെ തുളുവനത്ത് മാടക്കൊട്ടിലാണെന്ന് കരുതപ്പെടുന്നു. തുളുവീരൻ ചൊല്ലുന്ന ധ്യാന ശ്ലോകത്തിൽ ശിവനെയും ശക്തിയെയും സ്തുതിക്കുന്നുണ്ട്. ശൂലം, കപാലം, ചന്ദ്രക്കല, ത്രിജട എന്നിവയണിയുന്ന ശിവൻ പ്രസാദിക്കട്ടെ എന്ന ധ്യാന ശ്ലോകത്തിൽ നിന്ന് തന്നെ തുളുവീരൻ ശിവരൂപമാണെന്ന് കരുതാവുന്നതാണ്. വെള്ളിനൂൽ കൊണ്ട് നിർമ്മിച്ച പൂണൂൽ ധരിക്കുന്നതിനാൽ ബ്രഹ്മത്വവും ലഭിക്കുന്നു. തുളുവീരൻ ദൈവക്കോലം കെട്ടിയാടുന്നത് അവകാശികളായ നീലേശ്വരത്തെ അഞ്ഞൂറ്റാന്മാരാണ്. 4ാം തലമുറയിൽപ്പെട്ട ബാബു അഞ്ഞൂറ്റാനാണ് ഇപ്പോൾ കളിയാട്ട മഹോത്സവം നടക്കുന്ന ദിവസങ്ങളിൽ തുളുവീരൻ ദൈവക്കോലം കെട്ടിവരുന്നത്. ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന തുളുവീരൻ ദൈവത്തെ ക്ഷേത്രക്കോയ്മയുടെ തറവാടായ കണ്ടമ്പത്ത് വലിയ വീട്ടിലും ആരാധിച്ചു വരുന്നു. തറവാട് കാരണവർ ആപത്തിൽപ്പെട്ടപ്പോൾ രക്ഷിച്ചതിനെക്കുറിച്ച് ഐതിഹ്യമുള്ളതായും പറയപ്പെടുന്നു. പയ്യന്നൂർ മാവിച്ചേരി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കോയ്മയാണ് ഇവിടെ അവകാശം. പ്രസിദ്ധവും കുലീനവുമായ കണ്ടമ്പത്ത് തറവാട്ട് കാരണവന്മാർക്കായിരുന്നു. പരശുരാമസ്വാമി വങ്കദേശത്ത് നിന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചതിന് ശേഷം ക്ഷേത്ര സംരക്ഷണത്തിനായി 16 മനക്കാരായ അമ്മോന്മാരെയും 10 ക്ഷത്രിയ ക്ഷേത്രജന്മാരായ 10 വീട്ടിൽ പൊതുവാക്കന്മാരെയും ഇവിടെ കൊണ്ടുവരികയും ക്ഷേത്ര ചുമതല ഈ തറവാട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പയ്യന്നൂർ പെരുമാളുടെ പരിസരത്തുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം കോയ്മസ്ഥാനം ഈ 10 വീട്ടിൽ പൊതുവാക്കന്മാർക്ക് ലഭിച്ചു. അങ്ങനെ ലഭിച്ച ഒരു പ്രധാനപ്പെട്ട തറവാടാണ് കണ്ടമ്പത്ത് തറവാട്. ആദ്യം ഇത് എടിച്ചേരി തറവാടെന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പയ്യന്നൂരിൽ തുളുവീരൻ ദൈവം എന്ന പ്രധാനപ്പെട്ട ദൈവത്തെ കെട്ടിയാടിക്കുന്നത് 2 ഭഗവതി ക്ഷേത്രങ്ങളിലാണ്. ആ 2 ക്ഷേത്രങ്ങളിലും കോയ്മമാർ ഈ 10 വീട്ടിൽ പൊതുവാക്കന്മാരാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, തെക്കൻ കർണാടകത്തിലെ തുളുവനം എന്ന സ്ഥലത്ത് കെട്ടിയാടുന്ന ഉഗ്രപ്രതാപിയായ തുളുവീരൻ ദൈവത്തെ കാണുവാൻ എടിച്ചേരി പൊതുവാളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി പ്രവർത്തിച്ചിരുന്ന ചുവാട്ട പൊതുവാളും പോയിരുന്നു. ഇവർ 2 പേരും സംസ്കൃതത്തിലും വൈദ്യത്തിലും വളരെയധികം പ്രാവീണ്യമുള്ളവരായിരുന്നു. പക്ഷേ ചുവാട്ട പൊതുവാൾ പോകുന്ന സമയത്ത് തന്നെ എടിച്ചേരി പൊതുവാളും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മനക്കാരായ തമ്പുരാൻ പ്രത്യേകമായി ഒരു കാര്യം പറഞ്ഞു. 5 തെങ്ങ് എന്ന സ്ഥലത്ത്, കൗവായിലെ 5 തെങ്ങ് എന്ന സ്ഥലത്ത് താവളമടിച്ച പോർച്ചുഗീസുകാരുമായി വളരെ വിഷമമുള്ള ഒരു സ്ഥിതിയാണുള്ളത്. അവരാക്രമിക്കാൻ വരും. അതുകൊണ്ട് അന്ന് കളരി അഭ്യാസത്തിൽ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട എടിച്ചേരി പൊതുവാൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ചുവാട്ട പൊതുവാൾ പോവുകയും തുളുവനത്തെത്തി അവിടെ ദൈവത്തെ കണ്ട് വന്ദിച്ച് കൂടെ ദൈവം കൊടുത്തയച്ച ഇളനീരിൽ കൂടി അദ്ദേഹം നാട്ടിൽ വരികയും ചുവാട്ട തറവാട്ടിലുള്ള ക്ഷേത്രത്തിൽ ഈ ഇളനീർ വെച്ച് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കാണുകയും അവിടെ തുളുവീരൻ ദൈവത്തിന് അവിടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു.
അതിനുശേഷം തൊട്ട അടുത്തുള്ള പറയംകുന്നത്തെന്ന പ്രസിദ്ധമായ തറവാട്ടിലെ കുലീനമായ ഒരു സ്ത്രീ ഈ കുശവ സമുദായത്തിൽപ്പെട്ട മാവിച്ചേരി ദൈവസന്നിധിമായ ക്ഷേത്രത്തിലേക്ക് വരികയും ആ സ്ത്രീ മുഖേന ദൈവം പറയംകുന്നത്ത് തറവാട്ടിലേക്ക് വരികയും അവിടുത്തെ വള്ളിക്കുട്ടിലിൽ കൊട്ടിലകത്ത് സ്ഥാനം പിടിക്കുകയും ചെയ്തു. ഇതറിഞ്ഞതിന് ശേഷം പ്രശ്നവിധി പ്രകാരം തറവാട്ടിലെ മറ്റെല്ലാവരും ആലോചിച്ച് പ്രശ്നവിധി പ്രകാരം പ്രശ്നം നോക്കിയതിന് ശേഷം ഇവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തുളിവീരൻ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ തൊട്ടടുത്ത മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ പാടാർകുളങ്ങര ഭഗവതി, പുതിയ ഭഗവതി എന്നീ ദേവിമാരോടൊപ്പം സ്ഥാനം നൽകുകയും പക്ഷേ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പയ്യന്നൂരിലെത്തിയ തുളിവീരന് അവിടെ 1ാം സ്ഥാനം നൽകുകയും ചെയ്തു. ഈ തുളിവീരനെ കാണുവാനായി എടിച്ചേരി പൊതുവാൾ തൻ്റെ കൊട്ടിലിൽ വെച്ചിട്ടുള്ള പടിഞ്ഞാറ്റിയിൽ വെച്ചിരുന്ന ഇളനീരും അവിലും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. കവ്വായിപ്പുഴയോരത്ത് ശത്രുക്കളെ തുരത്താൻ പോയ പൊതുവാൾ അവിടെ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ അകപ്പെട്ട് അദ്ദേഹം ബന്ധനസ്ഥനായി. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അദ്ദേഹം തിരോധാനം സംഭവിച്ചു എന്നുള്ളതാണ് അറിഞ്ഞത്. അതുകണ്ട് മനംതൊന്ന തറവാട്ടമ്മ 3 ദിവസമായി ജലപാനം കഴിക്കാതെ മകരം 10-ാം തീയതി മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ തെയ്യം കൂടുന്ന ദിവസം പോയി പ്രാർത്ഥിക്കുകയും മകനെ സംരക്ഷിക്കണമെന്നും മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തെയ്യം തുളിവീരൻ ദൈവം ഉറഞ്ഞാടുന്ന സമയത്ത് എടിച്ചേരി പൊതുവാളെ ഞാനിവിടെ ഒരു നിധി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ തൊട്ടടുത്തുള്ള കിഴക്ക് ഉള്ള ആൽത്തറയിലേക്ക് പോവുകയും അവിടെ ബന്ധനസ്ഥനായിരിക്കുന്ന എടിച്ചേരി പൊതുവാളെ കയ്യാമത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ആളുകളൊക്കെ അത്ഭുതപ്പെടുകയും ചെയ്തു എന്നതാണ് തുളിവീരൻ ദൈവം മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ വന്നതിനെക്കുറിച്ചും ഈ കണ്ടമത്ത് തറവാട്ടുമായി ക്ഷേത്രത്തിലേക്ക് വരാനും ഉണ്ടായതിനെക്കുറിച്ചുള്ള ഐതിഹ്യം. ആ ദൈവം കണ്ട ഉടനെ തന്നെ ഭഗവാനോട് തുളിവീരനോട് പ്രാർത്ഥിച്ചു, ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കൊട്ടിൽ നേർച്ച വെച്ചിട്ടുള്ള അവിലും മലരും പിന്നെ ഇളനീരും സ്വീകരിക്കാനായി തറവാട്ടിലേക്ക് വരണമെന്ന് പറയുകയും അങ്ങനെ 3-ാം ദിവസം കളിയാട്ടത്തിൻ്റെ രാത്രി എഴുന്നള്ളത്തോടുകൂടി കോയ്മയുടെ തറവാട്ട് ക്ഷേത്രത്തിൽ വരികയും കലിയാമ്പള്ളിയും അഗ്നിശുക്തി വരുത്തി ബലികർമ്മങ്ങളൊക്കെ കഴിച്ച് ഇവിടെ വന്നിരിക്കുന്ന പിന്നെ ഭക്തജനങ്ങളെ മഞ്ഞ കുറി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുക പതിവാണ്. ആ പതിവ് ഇന്നും 3-ാം ദിവസത്തെ കളിയാട്ടത്തിന് രാത്രി 2 മണിയോടുകൂടി വാദ്യാഘോഷത്തോടു കൂടി തുളിവീരൻ ദൈവത്തിന് ഇവിടെ വരികയും തറവാട്ടുകാരണവരായ പിന്നെ കാരണവർ അരിയും വിളക്കും തളികയും നൽകി ദൈവത്തെ സ്വീകരിച്ച് ഇവിടുത്തെ കർമ്മങ്ങളൊക്കെ നടത്തി വീണ്ടും തിരിച്ച് മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന പതിവ് ഇന്നും തുടർന്നു വരുന്നു. ഈ തറവാട്ടിലെ ആദ്യകാല പ്രധാനപ്പെട്ട ഈ കാരണവന്മാർ വളരെ പ്രധാനപ്പെട്ട ആൾ കുഞ്ഞമ്മ പൊതുവാൾ, കുഞ്ഞിരാമ പൊതുവാൾ, കണ്ണപ്പൊതുവാൾ, ശേഖരപ്പൊതുവാൾ, ഗോവിന്ദപ്പൊതുവാൾ എന്നിവരാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത് ഈ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലെ കാര്യങ്ങളും തറവാട്ടിലെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഈ ഇളമുറക്കാരായ ഈ റിട്ടയർഡ് അധ്യാപകനായ കുഞ്ഞപ്പ പൊതുവാളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മാവിച്ചേരി ഭഗവതി ക്ഷേത്രവുമായിട്ടുള്ള ഈ തറവാട്ടിനുള്ള പിന്നെ ബന്ധം ഈ തറവാട്ടിൻ്റെ ഐശ്വര്യത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പറയാനുള്ളത് സന്താനലാഭമില്ലാത്ത പല പിന്നെ കുടുംബക്കാർക്കും ദമ്പതിമാർക്കും ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഇന്ന് ഇളനീർ കുടിച്ചതിൻ്റെ വാങ്ങി ആസ്വദിച്ചതിന് ശേഷം കുട്ടികളുണ്ടായിട്ടുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഐശ്വര്യം ഇന്ന് നിലനിർത്തി വരുന്ന ഒരു പ്രധാനപ്പെട്ട
പിന്നെ തറവാടാണ് കണ്ടമ്പത്ത് വലിയ തറവാട്. എല്ലാ ദിവസവും അടിച്ചുതെളിയും അന്ത്യത്തിരിയും വളരെ ശുദ്ധിയോടും ഭക്തിയോടും കൂടി ചെയ്യുന്ന ഒരു തറവാടാണ് ഈ കണ്ടമ്പത്ത് വലിയ കുട്ടി തറവാട്. തിടമ്പും ചിലമ്പും പട്ടുടുപ്പും കൊട്ടുംപാട്ടും നിറഞ്ഞ മനസ്സും നിറപറയും നിലവിളക്കും തോറ്റിത്തെളിച്ച് ആദിമദേവ ചൈതന്യങ്ങളെ ഉറഞ്ഞാടിക്കുന്ന ഈ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ 2ാം നാളിൽ വൈകുന്നേരം തുളുവീരൻ ദൈവത്തിന്റെ വീരാവതാനങ്ങൾ വാഴ്ത്തുന്ന തോറ്റം കഴിഞ്ഞ് ദേവീദേവന്മാരുടെ ഉച്ചത്തോറ്റം എഴുന്നള്ളത്തിന് ശേഷം അരങ്ങുണർത്തിക്കൊണ്ട് കന്നിക്കുരുമകൻ ദൈവത്തിന്റെ വെള്ളാട്ടമുണ്ട്. ചടുലഭാവ പകർച്ചയുമായി ആയോധനമുറകളുടെ പ്രാഗൽഭ്യത്തോടെയുള്ള കന്നിക്കുരുമകന്റെ വെള്ളാട്ടം കളിയാട്ട മഹോത്സവത്തിന്റെ സുപ്രധാന ഘടകമാണ്. കളിയാട്ടത്തിന്റെ 2ാം രാത്രിയിലും 3ാം രാത്രിയിലും പാതിരാവോടെ കന്നിക്കൊരുമകൻ ദൈവം അരങ്ങിലെത്തും. മൂന്നാം ദിവസത്തെ അന്തിത്തോറ്റം എഴുന്നള്ളത്തിന് ശേഷം കണ്ടമ്പത്ത് തറവാട്ടിൽ നിന്നും പുറപ്പെടുന്ന വാദ്യമേളങ്ങളുടെയും താലപ്പുലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടുകൂടിയ വർണ്ണശബളവും നയനമനോഹരവുമായ കാഴ്ച ക്ഷേത്രസന്നിധിയിലെത്തി സമർപ്പിക്കുന്നു. പാതിരാവോടുകൂടി പുറപ്പെടുന്ന കന്നിക്കൊരുമകൻ ദൈവത്തിന് ശേഷം അരങ്ങുണർത്തിക്കൊണ്ട് തുളുവീരൻ ദൈവത്തിന്റെ തിരുപ്പുറപ്പാടാണ്. തുളുവീരൻ ദൈവം ക്ഷേത്രത്തിനു ചുറ്റും ഓടി അരങ്ങ് തകർക്കുന്ന സമയത്ത് തനിക്ക് സ്ഥാനം നൽകി ആരാധിക്കുന്ന എടച്ചേരി പൊതുവാൾ, പാലാത്തീയൻ, പുതിയ വീട്ടിൽ കുശവൻ എന്നിവരെ ഗംഭീരഘന ശബ്ദത്തിൽ അഭിസംബോധന ചെയ്യുന്ന പതിവുണ്ട്.
മുഖം നീണ്ട ജട കൊണ്ട് മുടി സർപ്പപണത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ ചെമ്പകപ്പൂവ് കൊണ്ട് അലങ്കരിച്ച് സർപ്പപണ രൂപത്തിലുള്ള തിരുമുടി തലയിൽ ധരിച്ച് കയ്യിൽ വെള്ളിവാളും കടുത്തലയും പൊന്തയും എടുത്താണ് തുളുവീരൻ ദൈവത്തിന്റെ പുറപ്പാട്. മാവിച്ചേരി കുശവ സമുദായക്കാരുടെ ഭഗവതി ക്ഷേത്രത്തിലും ചൂവാട്ടത്തറവാട്ടിലും മാത്രമേ തുളുവീരൻ ദൈവത്തെ കെട്ടിയാടിക്കുന്നുള്ളൂ. സ്വയം പൂജ നടത്തുന്ന ഒരു ദൈവക്കോലമാണ് തുളുവീരൻ. ഇപ്പോൾ മീനമാസത്തിൽ പിന്നെ പൂരത്തിന് ഒരു മാസം മുമ്പേ പണിക്കറ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരും. അവരായിട്ട് ഇരുന്ന് കളി എല്ലാവരും കൂടി കളി പഠിച്ച് കുഞ്ഞുങ്ങളും ആളെല്ലാം കൂടി കളി പഠിക്കും. പിന്നെ പൂരോത്സവം തുടങ്ങുന്നത് കാർത്തിക മുതലാണ് പൂരം തുടങ്ങൽ. നമുക്കിവിടെ മകീര്യം മുതലാണ് നമുക്ക് ഇവിടത്തേക്ക് ഇവിടെ പൂടുന്നത്. മകീര്യം മുതൽ പൂടൽ, പിന്നെ 2 ദിവസം പൂട്ട, പിന്നെ 3-ാമത്തെ ദിവസം ഇവിടെ കഴകം കയറുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് അകത്ത് ദീപം വെച്ചിട്ടുള്ള കളിയായി പിന്നെ പൂരംകുടി വരെ. അപ്പോൾ പിന്നെ അതിലിടയിൽ മർത്തുകളി, അത് മറ്റുള്ള സ്ഥാനത്തായിട്ട് അതാത് കാലത്ത് ഉണ്ടാകുന്ന മർത്തുകളിയാണ്. ആ മർത്തുകളി പിന്നെ പൂരം ദിവസം പൂരംകുടി, അതൊക്കെ അങ്ങനെ ഉത്സവം നടക്കും. അപ്പോൾ 2 ക്ഷേത്രങ്ങളായിട്ടാണ് മർത്തുകളി. അത് കഴിഞ്ഞാൽ പൂരംകുടിയോടുകൂടി ഇപ്പോൾ 3 ക്ഷേത്രമാകാനായി. ഇപ്പോൾ ഒന്ന് നമ്മുടെ ആദ്യ സ്ഥാനത്തേക്ക് 2 ദിവസത്തെ മർത്തുകളിക്ക് അവിടെ പോകണം, കണക്കത്ത് പോകണം. എന്നിട്ട് പുറത്ത് വേറെ സ്ഥാനമേക്കുന്നത് ഒരു മർത്തുകളി വേറെയുമാണ്. ഇപ്പോൾ 3 മർത്തുകളിയായിട്ട് ഇപ്പോഴും നടക്കുന്നത്. ഈ മർത്തുകളിയോടുകൂടി എല്ലാം ഒതെടുത്ത് പിന്നെ ആണ്ടുമ്പള്ളി ഇതൊക്കെ അത് നടയിൽ അത് വിളക്കം നിറച്ച് വെച്ച് പൂരം കുടിച്ചു വന്നു, പൂരം സമാപിച്ചു. മകരം 10-ാം തീയതി കളിയാട്ടത്തോടനുബന്ധിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ദീപം തിരിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശനം വെച്ച് ഇവിടെ തെയ്യം തോറ്റം തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളെ കണിശൻ്റെ അവരുടെ വകയിൽ ഒരു കുട ഇവിടെ മുമ്പ് വെക്കലുണ്ടായിരുന്നു. ഇപ്പോഴത് നമ്മൾ ആളില്ലാത്തതുകൊണ്ട് ദേവസ്വം തന്നെ കുട വെപ്പിച്ചിട്ട് എടുത്തിട്ട് ഇനി പ്രദർശനം വന്നിട്ട് പിന്നെ തോറ്റം തുടങ്ങുന്നതിലൊരു പിന്നീട് ഈ കൊശവരെ അവിടെ നിന്ന് പുതിയ കലം വെക്കണം ഇവിടെ. അത് അവർ കെട്ടിക്കൊണ്ടുവന്ന് നടയിൽ വെച്ച് ഇല വെച്ച് അതിൽ കലം വെച്ചിട്ട് അത് കുറിയിട്ടിട്ട് അങ്ങനെ ഒരു ചടങ്ങ് ഈ 10-ാം തീയതി നടക്കും. ആടയാഭരണങ്ങൾ അണിഞ്ഞ് തുളുവീരൻ ദൈവം ആദ്യവും പിന്നീട് ഞരമ്പിൽ ഭഗവതിയും രക്തചാമുണ്ടിയും കെട്ടിയാടുന്നു. തട്ടഹസിച്ച് അസുരന്റെ കരളിറച്ചി വെട്ടിത്തകർത്ത് കരണങ്ങൾ അരിഞ്ഞെറിഞ്ഞു കൊടുത്ത ദേവതയാണ് ഞരമ്പിൽ ഭഗവതി. അസുര നിഗ്രഹത്തിനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും പിറന്ന ദേവതയാണ് രക്തചാമുണ്ടി. ചണ്ടമുണ്ടന്മാരെ വധിക്കുകയും രക്തബീജാസുരന്റെ രക്തം ഭൂമിയിൽ വീഴാതെ ഏറ്റുകുടിക്കുകയും ചെയ്ത കാളി രക്തത്തിൽ മുഴുകിയതിനാലാണ് രക്തചാമുണ്ടിയായത്. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപനമായ മകരം 13-ന് പുലർച്ചെയാണ് അഗ്നിസ്വരൂപിണിയായ ശ്രീ പുതിയ ഭഗവതിയുടെ മേലേരി തിമിർപ്പോടുകൂടിയ പുറപ്പാട്.
മാരിയകറ്റുന്ന മഹാകാളിയാണ് പുതിയ ഭഗവതി. വസൂരിയടക്കമുള്ള ആദിവാദികളകറ്റാൻ ശ്രീ മഹാദേവ ചൈതന്യം ഹോമകുണ്ഡത്തിൽ അവതരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവതയാണിത്. ഭക്തിവിശ്വാസങ്ങളുടെ നിറവിൽ വെളിച്ചപ്പാടും കുടക്കാരും ബാല്യക്കാരും ചെമ്പഴുക്ക പോലെ തിളങ്ങുന്ന കനൽക്കട്ടകളിൽ ചാടിക്കയറി തിരുമുറ്റത്ത് നിർവചിക്കാനരുതാത്ത ഭക്തിപ്പെരുമ പടർത്തുമ്പോൾ ഏത് നാസ്തികന്റെ ഹൃദയത്തിലും അറിയാതെ വിശ്വാസത്തിന്റെ നിറവൂറും. തുടർന്ന് മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടുന്നു.
ക്ഷേത്ര തിരുനടയിലെ ആറാളിക്കൽ ചടങ്ങിന് ശേഷം ശ്രീ പാടാർകുളങ്ങര ഭഗവതി തിരുമുടി താഴ്ത്തുന്നതോടെ കളിയാട്ടത്തിന് പരിസമാപ്തിയാകും. സമാപന വേളയിൽ ഉത്തര കേരളത്തിന്റെ ആകാശഭൂമികകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ കരിമരുന്ന് പ്രയോഗം, പ്രപഞ്ച സൃഷ്ടിയുടെ പ്രചണ്ഡത വിളിച്ചോതി സൃഷ്ടിസ്ഥിതി ലയരൂപങ്ങളുടെ ശബ്ദദൃശ്യങ്ങളുടെ പ്രതിരൂപങ്ങളായി സങ്കല്പിച്ച് ആകാശഭൂമികയിൽ നിശയുടെ നിശബ്ദതയും ഇരുളും പഞ്ചിച്ച് വികായസിന്റെ വിസ്മൃതിയിൽ 1000 മഴവില്ല് വിരിയുന്ന വർണ്ണമനോഹരവും ശബ്ദവിസ്മയകരവുമായ കരിമരുന്ന് പ്രയോഗത്തിന്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ ലയിച്ചില്ലാതാകുന്നതോടെ ഭക്തജനങ്ങൾ വീണ്ടും ഒരു വർഷത്തെ കാത്തിരിപ്പനായി പരിശുദ്ധവും പരിപാവനവുമായ ഈ ക്ഷേത്രത്തിന്റെ നട ഒഴിയും.